ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മസാല ദോശ ആയാലോ? നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി മസാല ദോശയാണ് ഞാനിന്ന് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെ ചേർക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ ആ തൊലിയൊക്കെ ചീവി കളഞ്ഞ് ചെറുതായിട്ട് നുറുക്കിയെടുത്താണ് കേട്ടോ, മുറിച്ചെടുത്തതാണ്. പിന്നെ ഒരു 3-4 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യമനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാം. ആ കഷ്ണങ്ങളിൻ്റെ താഴെ വെള്ളം ഒഴിച്ചാൽ മതി, പെട്ടെന്ന് 2 വിസിലുകൊണ്ട് വെന്ത് കിട്ടും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നോക്കിയപ്പോൾ പൊട്ടറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ഈ സവാള അരിഞ്ഞതും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു വിസിൽ തന്നെ വരണമെന്നില്ല, ഒന്ന് തിളച്ചതിന് ശേഷം വാങ്ങിയിട്ട് ഇനി ഇതിൻ്റെ കുറച്ച് സവാള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് വറുത്തിടാൻ വേണം കേട്ടോ. 2-3 പച്ചമുളകും കൂടി ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. അതിന് കളർ കുറവായിരുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലോണം ഇളക്കി ഒന്ന് ആവി കയറ്റിയാൽ മതി. എന്നിട്ട് സവാളയ്ക്ക് അധികം വേവില്ലല്ലോ. ഇതിങ്ങനെ വെള്ളമാണെന്ന് എഴുതിയിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ അത് കട്ടയായിക്കോളും. അതോട്ടിരിക്കട്ടെ. ഇനി ഒരു വെള്ള ചട്നി അരയ്ക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. 2-3 കഷ്ണം ഉള്ളി എടുത്ത് തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടി അരച്ചെടുക്കാം. നല്ല വെണ്ണ പോലെ അരയണമെന്നില്ല കേട്ടോ. മസാല ദോശയ്ക്കൊക്കെ നല്ല കട്ടി ഉള്ള വൈറ്റ് ചട്നിയല്ലേ. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ച് വെച്ച് വന്നിട്ടുണ്ട്. നല്ല അത് അധികം വെണ്ണ പോലെ അരയണ്ട, ഒരു കുറച്ച് തരിതര ഒന്ന് വേണമല്ലോ. അപ്പോൾ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മസാല വറുത്തിടാം. പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിന് കുറച്ച് ഞാൻ ഓയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. കുറച്ച് കടുക് ഇട്ടതിന് ശേഷം കുറച്ച് കൊല്ലമുളക്, കറിവേപ്പില ഇട്ടതിന് ശേഷം ഇനി പിന്നെ ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ പൊട്ടുകടലയില്ല അതിടാം. ഞാൻ പക്ഷെ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ടിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അധികം മൊരിയണമൊന്നുമില്ല, ഒന്ന് വാടിക്കിട്ടിയാൽ മതി. എന്നിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് അതും കൂടി ഇട്ടിട്ട് ഇളക്കി എടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ വെള്ളം കുറച്ചുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് ശരിക്കും കട്ടിയായിക്കോളും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. മസാല ദോശയുടെ മസാല ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്നിക്കൊന്ന് വറുത്തിടണം. അതവിടെ ഇരിക്കട്ടെ. കൊള്ളാം, കുഴപ്പമില്ല, നല്ല രുചിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കടുക്, മുളക്, കറിവേപ്പിലേക്ക് ഇട്ട് ഈ അരച്ച് വെച്ച ചട്നിയിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്യണം കേട്ടോ. അത് ചൂടാക്കില്ല, അത് പെട്ടെന്ന് കഴിക്കാൻ അപ്പം തന്നെ കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ചട്നി ചൂടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ചട്നി ഇതുപോലെയൊക്കെ തന്നെ. ഈ ചട്നി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കും കേട്ടോ, അതെനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല. അപ്പോൾ ആ ചട്നി റെഡി ആയിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കാം. എൻ്റെ വലിയ ദോശക്കല്ല കേട്ടോ, ഇതിനകത്ത് നല്ല വലിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദോശ നന്നായിട്ട് പരത്തിയതിന് ശേഷം നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ച് നല്ല മുരിഞ്ഞതിന് ശേഷം മസാല വെച്ചിട്ട് മടക്കിയെടുക്കാം. നന്നായിട്ട് നെയ്യ് ഒഴിക്കണം, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ നെയ്യാണ് ഒഴിക്കുന്നത് കേട്ടോ, എണ്ണയല്ല ഒഴിക്കുന്നത്, നെയ്യാണ്. മസാല നടുക്കി വെച്ചതിന് ശേഷം അപ്പുറം ഇങ്ങനെ മടക്കി എടുക്കാം. നല്ലൊരു മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മസാല ദോശയുണ്ട്. അപ്പോൾ അത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇപ്പോൾ ഉണ്ടാക്കണുള്ളൂ, ഒരെണ്ണം കഴിച്ചാൽ മതിയല്ലോ. പിന്നെ മുളക് ചട്നി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. സവാളയും തക്കാളിയും കൂടി വഴറ്റി ഉണ്ടാക്കിയൊരു ഇത് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ വൈറ്റ് ചട്നി, പിന്നെ കുറച്ച് സാമ്പാർ. അപ്പോൾ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.